അറിയോ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ജ്ഞാനത്തിൻ്റെ ലക്ഷണം പറഞ്ഞു, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. തുടർന്ന് ജ്ഞേയം, എന്താണ് അറിയപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ജ്ഞേയം യത് തത് പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ അമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ ന സത് ന അസത് ഉച്യത്തെ. ബ്രഹ്മത്തെക്കുറിച്ച്, ബ്രഹ്മത്തിൻ്റെ നിർവചനങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ പോവുക. നമ്മൾ ഒരുപാട് ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മം എന്നൊക്കെ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ. പക്ഷെ എന്താണ് ബ്രഹ്മം? ആദ്യം ഭഗവാൻ ഇവിടെ പറഞ്ഞത് ആ ബ്രഹ്മം, അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന. യത് ജ്ഞാത്വ അമൃതം അശ്നുതേ. യാതൊന്ന് അറിഞ്ഞാൽ അമൃതം, മരണമില്ലായ്മയെ അനുഭവിക്കാൻ സാധിക്കുമോ? തത്, ആ ജ്ഞേയമായിട്ടുള്ള, അറിയേണ്ടതായിട്ടുള്ള തത് അഹം പ്രവക്ഷ്യാമി, അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ അധ്യായം പ്രധാനമായിട്ട് അസി എന്ന തത്വമസി, അതിലെ അസി എന്ന ആയിത്തീരുക എന്ന് പറയുന്ന 3 തത്വമസിയെ പദച്ഛേദം ചെയ്താൽ 9 ആദ്യത്തെ 6 അധ്യായങ്ങളെ കൊണ്ട്, തത്പദത്തെ തുടർന്ന് വരുന്ന 6 അധ്യായങ്ങളെ കൊണ്ട്, അങ്ങനെ 12 അധ്യായങ്ങളെ കൊണ്ട് തത്പദവും ത്വംപദവും വിശദീകരിക്കപ്പെട്ടു. ഇനി അസി എന്നുള്ളത് ആയിത്തീരുക എന്ന അതിൻ്റെ ഐക്യത്തെയാണ്. അപ്പോൾ ആ ഐക്യത്തെക്കുറിച്ച് പറയാം. അതിനെ യാതൊന്ന് അറിഞ്ഞാലാണോ യാതൊന്നുമായി ഐക്യപ്പെടേണ്ടത്. ആ തദ് ബ്രഹ്മ, ആ ബ്രഹ്മം, തത് സത് അസത് ന ഉച്യത്തെ, അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയപ്പെടുന്നതല്ല. അതിനെക്കുറിച്ച് വിസ്തരിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ 13-ാം അധ്യായത്തിൽ ഭഗവാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഇത് വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ്. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് ഉപനിഷത്ത്, വേദത്തിൽ പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ വളരെ നമ്മൾ അതിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ ബ്രഹ്മശബ്ദത്തിനൊരു നിർവചനം നൽകുന്നത്. ഉപനിഷത്ത് പറയും, യദോവ ഇമാനി ഭൂതാനി ജായന്തേ. യദോവ, യതഹവ, എവിടെ നിന്നാണ്, ഇമാനി ഭൂതാനി, ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങൾ, ഭൂതാനി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടകങ്ങൾ, യദോവ ഇമാനി ഭൂതാനി ജായന്തേ, ഉണ്ടാകുന്നത്, പ്രകടമാകുന്നത്, എവിടെ നിന്നാണ്, ഏതൊരു സോഴ്സിൽ നിന്നാണ്, ഏതൊരു കാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സർവവും, ഒന്നൊഴിയാത്ത പ്രപഞ്ച ഘടകങ്ങൾ എവിടെ നിന്ന് ആവിർഭൂതമാകുന്നു. യദോവ ഇമാനി ഭൂതാനി ജായന്തേ. യേന ജാതാനി ജീവന്തി. യേന, യാതൊന്നിൽ, ജാതാനി, ഈ ജാതമായതെല്ലാം ജീവന്തി, നിലനിൽക്കുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്? യത് പ്രയന്തി അഭിസംവിശന്തീതി, യാതൊന്നിലേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത് അവസാനം. തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും എന്ന് ഉപനിഷത്ത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അവതരിപ്പിക്കുന്നു. തുടർന്ന് അതിനെ വിസ്തരിക്കുന്നുണ്ട്. ഇതൊരു ബേസായിട്ട് നമ്മൾ വെക്കണം. ഇതിൻ്റെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള, എവിടെ നിന്നാണ് ഈ അണ്ടകടാഹങ്ങൾ, വൈവിധ്യങ്ങളായിട്ട് തോന്നുന്നതെല്ലാം ആവിർഭൂതമായത്, എവിടെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, എവിടേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത്, അത് തന്നെ അത്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് എവിടെ? ഇനി ഇവിടെ അതിനെ വിസ്തരിക്കുക.
ഗീതയുടെ ഭാഷ, ഉപനിഷത്തിൻ്റെ ഭാഷ എന്താണ്, ഗീതയുടെ ഭാഷ എന്താണ്? ഗീതയുടെ ഭാഷയിൽ ആദ്യം പറയുന്നത് നമ്മുടെ പുരുഷ സൂക്തത്തിലെ, വേദത്തിലെ പുരുഷ സൂക്തത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ ആദ്യം വരുന്നത്. 14-ാമത്തെ ശ്ലോകം. സർവദ പാണിപാദം തത് സർവദോക്ഷിശിരോമുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവദ പാണിപാദം തത്, തത് അത് ബ്രഹ്മം. അതിന് സർവദ, സർവദ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, പാണി പാദം കൈകളും കാലുകളും, സർവദ അക്ഷി ശിരോ മുഖം എല്ലായിടത്തും കണ്ണുകൾ, എല്ലായിടത്തും തലകൾ, എല്ലായിടത്തും മുഖങ്ങൾ. അതിന് സർവത്ര കൈയും കാലുമുണ്ട്, പാണിപാദം. അതുപോലെ തന്നെ അക്ഷി ശിരോ മുഖം, കണ്ണും തലയും മുഖവും. സർവത ശ്രുതിമത് എല്ലായിടത്തും അതിന് കാതുണ്ട്. ലോകേ സർവം ആവൃത്യ തിഷ്ഠതി, എന്നിട്ടോ അതെല്ലാറ്റിനെയും അതിവർത്തിച്ച് അതങ്ങനെ നിലകൊള്ളും. എന്താണ് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത്? 4 വേദത്തിലുള്ളതാണ് പുരുഷ സൂക്തം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. പുരുഷ ഏവേദകം സർവം യത് ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമ അതോ ജ്യായാഗംശ്ച പൂരുഷഃ. അങ്ങനെ പോകുന്നു പുരുഷ സൂക്തം. അത് പുരുഷ സൂക്തം നമുക്കത് ചൊല്ലിക്കൊണ്ട് തന്നെ നല്ല ഒരു വൈദിക സൂക്തമാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ നമുക്കൊരു ക്ലാസ് ആവാം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗും സർവം യത് ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗംശ്ച പൂരുഷഃ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ത്രിപാദൂർധ്വ ഉദയേത് പുരുഷഃ. അങ്ങനെ ഒരു പോക്കാണ്, അത് പഠിക്കാം. എന്തായാലും അതിൽ ആമുഖമായിട്ട് പറയുന്നത് എന്താ? സഹസ്രശീർഷ പുരുഷ. ആ പുരുഷൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനായിട്ടുള്ള ആ ബ്രഹ്മം. സഹസ്രശീർഷ 1000 ശിരസ്സുകളുള്ളതാണ്. സഹസ്രാക്ഷി സഹസ്രപാദ് 1000 കണ്ണുകൾ, 1000 കാലുകൾ. ഈ 1000 എന്ന് പറയുന്നത് അനന്തതയെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അത് അനന്തമായിട്ടാണ് പറയുന്നത്. സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം. പുരുഷ സൂക്തത്തിൽ സഹസ്രനാമം കൊണ്ടാണ് പറഞ്ഞത്. ഇവിടെയോ അങ്ങനെ ഒരു സംഖ്യ ഉപയോഗിച്ചിട്ടില്ല, സർവത എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിന് കുറേയും കൂടെ വ്യാപ്തിയുള്ള ശബ്ദം ഇതാണ്. എന്താണ് സർവത? എല്ലായിടത്തും. അപ്പം എല്ലായിടത്തും അതിന് കൈകളുണ്ട്, കാലുകളുണ്ട്. ഈ എല്ലായിടത്തും ഇതിന് കൈകളും കാലുകളും ഉള്ള ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വേറിട്ടൊരു ജീവിയല്ല. അതാണ് ആദ്യം അറിയേണ്ടത്. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും തുടങ്ങി ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെ കൈകളും കാലുകളും
അവിടെ പിന്നെ നമുക്ക് ദേശം കൊണ്ടോ കാലം കൊണ്ടോ മതം കൊണ്ടോ ജാതി കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ ഈ കൈകളെയും കാലുകളെയും മുഖത്തെയും കണ്ണുകളെയും ശിരസ്സുകളെയും വേർതിരിക്കാൻ സാധിക്കില്ല. ഇതാണ് ഈ ഒരു ദർശനമാണ് നമ്മുടെ ലോകത്ത് എല്ലാ വിദ്വേഷങ്ങൾക്കും അറുതി ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. അതല്ലെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഈ ചേരി തിരിഞ്ഞ് വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ലോകത്തിങ്ങനെ ജീവിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വിധി നിർണ്ണയിക്കുക, ഇവർ ശരിയല്ല അവർ ശരിയല്ല എന്നൊക്കെ. ദയവ് ചെയ്ത് നമ്മളിങ്ങനെ വിധി നിർണ്ണയിക്കുന്നതിന് പകരം നമുക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും ആരോടും ഉണ്ടാവാതിരിക്കട്ടെ. അതാണ് ഇവിടെ ഈ ഒരു ലോകവീക്ഷണത്തിൻ്റെ ഭഗവത്ഗീത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് അതാണ്. അതും ഇന്ന് വലിയൊരു ചാലഞ്ചാണത്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ സമൂഹത്തിലേക്ക് ഭഗവത്ഗീതയുടെ ആശയത്തെ പ്രചരിപ്പിക്കാൻ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഗാന്ധിജിക്ക് പറ്റിയത് അതാണ്. ഗാന്ധിജി എവിടെയും എന്ത് കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ വിഭജിക്കപ്പെടേണ്ടതാണ് അതിർത്തികളെ കൊണ്ട്, അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ചിന്തയിൽ എന്നെ കീറി മുറിച്ചതിന് ശേഷമേ ഈ രാജ്യം രണ്ടാക്കാൻ ഞാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ ആളാണ്. ഇന്ത്യ വിഭജനത്തെ ഒരു തരത്തിലും ഗാന്ധിജി അംഗീകരിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ഗാന്ധിജി എന്താ പറയുന്നത്, ഇന്ത്യ രണ്ടല്ല, എത്ര വേണമെങ്കിൽ വിഭജിക്കട്ടെ, പക്ഷെ മനുഷ്യരെ വിഭജിക്കുന്ന ഈ രക്തപ്പുഴ അത് കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ ഗാന്ധിജിക്ക് വലിയ സങ്കല്പം ഉണ്ടായിരുന്നു. ഭൂമി നിങ്ങൾ തരംതിരിച്ചാലും മനുഷ്യ മനസ്സിൽ ഈ വേർതിരിവുകളില്ലാത്ത ഒരു ഇന്ത്യയെ, ഒരു ലോകത്തെ ഗാന്ധിജി സ്വപ്നം കണ്ടു. നമുക്കിതൊക്കെ അറിയുന്നതാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് എന്തു വേണ്ടി വന്നു? അപ്പം അങ്ങനെയല്ല, ഇവിടെ വിഭജനം ആവശ്യമുണ്ട്, വിഭാഗീയത ആവശ്യമുണ്ട്. നിങ്ങൾ ഞങ്ങൾ മതപരമായി വിഘടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം ആർക്കാണോ അവർക്ക് ഗാന്ധി ഒരു അനാവശ്യക്കാരനായി. അത് നിങ്ങൾ ഈ ഒരു ഗീത പോലുള്ള, ഗീതയിൽ പറയുന്ന ശരിയായ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രയോക്താവോ വക്താവോ ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണിപ്പോൾ. വലിയ ചാലഞ്ചിങ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ തലകളും, എല്ലാ കൈകളും, എല്ലാ കാലുകളും എന്ത് മനോഹരമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥ ഉള്ളതാണെന്നാണ് കേട്ടത് നമ്മൾ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ബെർലിനിൽ ജീസസിൻ്റെ വലിയൊരു കല്ലിൽ കൊത്തിയ പ്രതിമ ഉണ്ടായിരുന്നു. അത് തകർക്കപ്പെട്ടു. അപ്പോൾ അത് രണ്ട് കൈകളെ കൊണ്ടിങ്ങനെ അദ്ദേഹം ജീസസ് എല്ലാവരെയും ഇങ്ങനെ വരവേൽക്കുന്ന ഒന്നായിരുന്നു, ആശ്ലേഷിക്കാൻ നിൽക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടെ അത് പ്രതിമ നേരെയാക്കി എടുത്തു. എല്ലാം കൂടെ ജോയിൻ്റൊക്കെ അടിച്ചു നോക്കി. പക്ഷേ ഈ രണ്ട് കൈകൾ അവർക്ക് നേരെയാക്കാൻ പറ്റിയില്ല. അത് തവിട് പൊടിയായിപ്പോയി. ബാക്കിയൊക്കെ ഒട്ടിച്ച് ലെവലാക്കി. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പുരോഹിതൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. വലിയൊരു ഫലകം യേശുദേവൻ്റെ കഴുത്തിൽ അങ്ങനെ കെട്ടി തൂക്കിയിട്ടു.
അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കൈകളാണ് എൻ്റെ കൈകൾ എന്ന്. അതൊരു വലിയ സന്ദേശമാണ്. എനിക്ക് ഈ പ്രതിമാരൂപത്തിൽ കൈയില്ലെങ്കിലും എൻ്റെ കൈകൾ നിങ്ങളുടെ കൈകളാണ്. ചിന്മയാനന്ദ സ്വാമികൾ നമുക്ക് ചിന്മയാ മിഷന് തന്നിട്ടുള്ള ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ, അതൊരു പ്രതിജ്ഞയാണ്, നമ്മൾ പ്ലഡ്ജാണ്, അത് എടുക്കുന്ന നെഞ്ചത്ത് കൈവച്ച് ചൊല്ലുന്നതാണ് ദിവസവും. നമ്മൾ ഈ ഇതിൽ തന്നെ ഈ ചാനലിൽ ചിന്മയ പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കുന്നു. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. നന്മയുടെയും ധൈര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാർഗത്തിലൂടെ നമ്മെ നടത്തുവാൻ അവിടുത്തെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അത് പറയുന്നത്, അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ, അതിലെ ഒരു വരിയാണ് പറയുന്നത്, അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. അതിലാ ഒരു വരി പറയാനാണ് ഇത്രയും പറഞ്ഞു. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ, ഈശ്വരൻ്റെ കൃപാനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞങ്ങളിലൂടെ, എൻ്റെ കരചരണങ്ങളിലൂടെ ലോകത്തിലേക്ക്, ചുറ്റുപാടിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിൻ്റെ ഇതിൻ്റെ ഒരു വിരാട് രൂപമാണ്. ഈ വിശ്വത്തിൽ കാണുന്ന എല്ലാ ശിരസ്സും, എല്ലാ കണ്ണുകളും, എല്ലാ മുഖങ്ങളും, എല്ലാ പാദങ്ങളും, എല്ലാ കൈകളും, ഏതെങ്കിലുമൊക്കെ ശിരസ് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വേണ്ട. അയാളുടെ തലയിൽ ഒരു തൊപ്പി ഉണ്ടല്ലോ, ഇയാൾ എന്തിനാ ഈ തൊപ്പിയിട്ടത്? ഇനി തൊപ്പിയിട്ടവന് വേറെ കുറി തൊട്ടവനെ കാണുമ്പോഴും കുഴപ്പം വേണ്ട. ഇതല്ലാത്തവന് ഇവനെന്താ കുറി തൊടാത്തത്? ഇവനെ കൊണ്ട് കുറി തൊടിയിപ്പിക്കണം. എല്ലാ ശിരസ്സും, അത് ഉറുമ്പിൻ്റെ ശിരസ് മുതൽ സകല ശിരസ്സും. ഇത് നമുക്ക്, നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഉരകല്ലാണ്, നമ്മളെ ഉരച്ചു നോക്കാനുള്ളതാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട് വിഭാഗീയതയുടെ ഒരു ഇരയാവാൻ നമ്മളെ നിർബന്ധിതമാക്കുന്നു. ആരൊക്കെയോ. നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ആവരുത്, ഒരു കാരണവശാലും. ഈ വേണ്ടാധീനങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് മതവുമായി ഒരു ബന്ധവുമില്ല. അതാ പറയുന്നത്, ഗാന്ധിയെ കൊന്നത് മതഭ്രാന്തൻ എന്നാ പറയുന്നത്. മതത്തിന് ഭ്രാന്തൊന്നുമില്ല, ഒരു മതത്തിനും. ഈ ഭ്രാന്തന്മാർ അവരുടെ ഭ്രാന്തി, എന്താ പറയുക, ആ ചെയ്തികൾക്ക് പരിരക്ഷ കിട്ടാൻ വേണ്ടി അവർ മതത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാ മതങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ഒരു മതവും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ ഈ മതങ്ങൾ, ഒരു മതത്തിനും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. ഈ നെറികേടിൻ്റെ, വൃത്തികേടിൻ്റെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇരകളാകരുത്. നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരം ചർച്ചകൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഒട്ടനെ അത് നുള്ളണം. മനസ്സുകൊണ്ട് അങ്ങനെ വെറുക്കാനും അങ്ങനെ വേറെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് പ്രശ്നങ്ങളാണത്, തെറ്റാണത്, ഒരിക്കലും ഉണ്ടാവരുത്.
പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലരും ഒറ്റയും തെറ്റയും ഒക്കെ ആയിട്ട് ഓരോ വൃത്തികേടുകൾ പറയുന്നു. അരുത്, നമ്മളാരും അതിൻ്റെ ഇരകളാകരുത്. അതിൻ്റെ അത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രചാരകന്മാരാവരുത്. നമ്മളൊക്കെ സർവോപരി ഭഗവത്ഗീത അനുസന്ധാനം ചെയ്യുന്നവരാണ്. വളരെ സന്ദർഭവശാലാണ് ഇങ്ങനെ ഒരു ശ്ലോകവും നമുക്കിവിടെ പഠിക്കാൻ, ഈ സമയത്ത് പഠിക്കാൻ നമ്മുടെ മുന്നിലേക്ക് വന്നത്. സർവത പാണിപാദം തത്. ഈ വിവേകമുള്ളവനെ സംബന്ധിച്ച് മറ്റൊരാളെ ഉന്മൂലനം ചെയ്യണം, ഇവൻ എൻ്റെ ശത്രുക്കളാണ്, അതിലൂടെ ചിലത് നേടുക, ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, വിവേകം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ വലിയൊരു ഇതാണ്. നമ്മളിതിനെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന, കശ്മീരിൽ നടന്ന ഒരു അനിഷ്ട സംഭവം ഉണ്ടല്ലോ, നമ്മൾ എത്രയോ പ്രാവശ്യം ഗ്രൂപ്പായിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അമർനാഥ് യാത്ര ഇതുവഴിയാണ് പോവുക. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് പഹൽഗാം. അതിമനോഹരമാണ്. ആപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ ജ്യൂസി ആപ്പിൾ ഉള്ള സ്ഥലമാണ്. സിൽക്ക്, കുങ്കുമം, കുങ്കുമപ്പൂ. അവിടുത്തെ ആളുകളും വളരെ നല്ല ആൾക്കാരാണ്. അവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. പിന്നെ നമ്മുടെ കുതിരക്കാരെല്ലാം അവരാ. നമ്മളെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്നു, എല്ലാ സഹായവും ചെയ്യും. ഡോളിയിൽ എടുത്ത് കൊണ്ടുപോകുന്നത് എല്ലാം അവരാണ്. അവിടുത്തെ പൂവിൽപ്പന, അവിടുത്തെ പിന്നെ ഈ നമ്മുടെ ടെൻറ്റുകളിൽ വരും അവർ. ഈ ചുരിദാറ്, ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്, ലീഗലായിട്ട് വരുന്നതാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ് അവിടുത്തെ സ്പൈസസ് എല്ലാം. അത് നമ്മുടെ ആളുകൾ കെട്ടുകണക്കിന് മേടിച്ച് കൊണ്ടുവരാറുണ്ട്. ഈ അമർനാഥ് യാത്രയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അവർ ടെൻറ്റിൽ വരും. ടെൻറ്റിൽ വന്ന് നമുക്ക് നല്ല വിലക്കുറവിലാണ്, ആളുകൾക്ക് അത്ഭുതമാണ് അതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ അവിടെ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി ഈ പറഞ്ഞ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അവർക്ക് മതവുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ അവർ കാണിച്ച തോന്നിവാസത്തിന് നമ്മൾ പകരം ചെയ്യണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആരെ? സകല പാകിസ്ഥാനികളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നാണ്. അപ്പോൾ ആ ചെയ്ത കൂട്ടരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിരപരാധികളായിട്ടുള്ള പാവങ്ങൾ കുറേ പേരില്ലേ അവിടെ? ഇതാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് 4 ആളെ അവിടുന്ന് ഇവിടെ 10-30 ആൾ കൊല്ലപ്പെട്ടു, അവിടെ ഒരു 300 ആളെ കൊന്നു, തൃപ്തിയായോ? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ജനമേജയൻ്റെ സർപ്പയജ്ഞം പോലെ നിങ്ങളിങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് പകരത്തിന് കൊല്ലലല്ല നമ്മുടെ ആവശ്യം, ആരോടും അതെ. കുറേയും കൂടെ ആധ്യാത്മികമാണെങ്കിൽ നമ്മൾ കുറേയും കൂടെ പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കും. എന്ത് പറയിപ്പിക്കും? ഈ നടപടി ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയല്ല, മറിച്ച് അത്തരം വിധ്വംസ പ്രവർത്തനങ്ങളെ ഞങ്ങളും അപലപിക്കുന്നു, ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട്, ഈ അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കും, കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കാൻ ഞങ്ങളുടെ പൂർണ്ണ സമ്മതം, പിന്തുണ. ഇത് അവിടുന്ന് ഉണ്ടാവുന്നില്ലെങ്കിലോ അതും പ്രശ്നമാണ്. അത് അവരെ കൊണ്ടുണ്ടാക്കിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ നയതന്ത്രം വളരേണ്ടതുണ്ട്. കാരണം നമ്മളാണ് ആധ്യാത്മികമായി ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ. അല്ലാതെ ഇവിടെ 30 ആൾ മരിച്ചു, അവിടെ ഒരു 300 എണ്ണത്തിനെ കൊന്നു. ആരെ? നമ്മളതിനോട് യോജിക്കുന്ന ഒരാളല്ല. നമ്മുടേതല്ല, നമ്മുടെ ധർമ്മശാസ്ത്രം അങ്ങനെയല്ലല്ലോ പറയുന്നത്. മഹാഭാരത യുദ്ധം മുന്നിൽ വെച്ച് നമ്മളോട് പറയുന്നത് അതാണ്. അവരെ കൊണ്ട്
ഈ പറഞ്ഞ പോലെ സമ്മർദ്ദത്തിലാക്കി നമ്മളിതിപ്പോൾ കുടിവെള്ളം മുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊരു പണ്ട് നമ്മൾ പഠിച്ചൊരു കഥയില്ലേ, സൂര്യൻ വെള്ളം മുട്ടിച്ച അയൽ രാജ്യത്ത് മിടുക്കനായ മന്ത്രി ഈ മണിയടിക്കും രാവിലെ ഈ തെറ്റാതെ മണിയടിക്കുന്ന ആളുണ്ട്. ആ മണിയടിക്കുന്ന ആളോട് പറയും, നീ മണിയടിക്കുന്ന സമയം മാറ്റണം എന്ന് പറയുക. അപ്പം അവൻ മാറ്റി മണിയടിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി 6 മണിയൊക്കെ അടിച്ചിട്ടും സൂര്യൻ ഉദിക്കുന്നില്ല. രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് ഇവൻ 6 മണിയുടെ മണിയടിച്ചത്. എല്ലാവരും പരിഭ്രാന്തരായി. രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ഇതെന്താ സൂര്യൻ ഉദിക്കാത്തത്? മന്ത്രി പറഞ്ഞു, അവരവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് സൂര്യനെ, നമ്മൾ വെള്ളം വിടാത്തത് കൊണ്ട്. നമ്മൾ അണകെട്ടി, നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു കഥ? രസമായിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇദ്ദേഹം ഉടനെ ഉത്തരവിട്ടു, വേഗം തുറന്നു വിട്ടേക്ക് വെള്ളം എന്ന്. തുറന്നു വിട്ട് വെള്ളം അവിടുന്ന് ഒഴുകി അവിടെ എത്തുമ്പോഴേക്കും സമയം 6 മണിയായപ്പോൾ അങ്ങനെ സാധനം സൂര്യൻ ഉദിച്ചു വന്നു. പ്രകൃതി വിഭവങ്ങൾ നമ്മുടെയൊന്നുമല്ല. ഗാന്ധിജി നെഹ്റുവായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പറയും നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇതൊക്കെ, നമ്മൾ ഉണ്ടാക്കിയെടുത്തതൊന്നും അല്ലല്ലോ. വെള്ളം മുട്ടിച്ചുകൊണ്ട് നമ്മൾ പകരം ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ചിലർ ഭയങ്കര അതൊന്നും നിങ്ങളോട് നമ്മളെ കേൾക്കുന്നവരോടാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ അതിനെ ആ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം നിങ്ങൾ ആ ആധ്യാത്മികതയിൽ നിന്ന് വഴിതെറ്റുകയാണ്. നമ്മുടെ രീതിയല്ല അത്, സനാതനധർമ്മത്തിൻ്റെ രീതിയല്ല, ആത്മീയ വഴിയുമല്ല. ആത്മീയതയുടെ വഴി തികച്ചും വ്യത്യസ്തമാണ്. അതുമാത്രമേ ലോകത്തിന് ശാന്തി ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ളതായിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. അതാണ് വ്യാസരും മറ്റും പറഞ്ഞിട്ടുള്ളത്. അഹിംസ തന്നെയാണ് പരമമായ ധർമ്മം. അപ്പോൾ സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻ ലോകെ സർവമാവൃത്യ തിഷ്ഠതി. നമ്മളീ പറഞ്ഞത് ഏതെങ്കിലും ഈ ഒരു കോണ്ടസ്റ്റിലാണ്, അതായത് പ്യുവർ സ്പിരിച്വാലിറ്റിയുടെ ഇതിലാണ്. ഗാന്ധിജിയും നമ്മുടെ വിനോബാജിയും ഇന്ത്യൻ നമ്മുടെ ഫിലോസഫി അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം, ഋഷീശ്വരന്മാരുടെയൊക്കെ വഴി അതാണ്, ഗുരുക്കന്മാരുടെ വഴി അതാണ്. പല്ലിന് പല്ല്, കല്ലിന് കല്ല്, അതല്ല. അങ്ങനെ ഒരു വഴി നമ്മുടെ ആത്മീയതയിലില്ല. അങ്കുലിമാലിനെയൊക്കെ ബുദ്ധൻ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അലക്സാണ്ടറിൻ്റെ മുന്നിൽ ഋഷി, ഒരു മഹാത്മാവ് അലക്സാണ്ടറിനോട് പറഞ്ഞത്, ഞാൻ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞത് അതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ജനങ്ങളെ തന്നെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. 4 ചോദ്യം ഉത്തരവാദിത്തപ്പെട്ടവർ രാഷ്ട്രസമക്ഷം വെക്കണം. അപ്പോഴൊക്കെയാണ് ഇന്ത്യയുടെ യശസ്സിന് വാനോളം ഉയരാൻ സാധിക്കുക. ഈ ഭീകരന്മാർ ഇവിടെ നിരപരാധികളെ കൊന്നതുപോലെ ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള നിരപരാധിയെയും കൊല്ലാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഈ നടപടി, ഇതിന് പരസ്യമായ ഖേദപ്രകടനത്തിന് പാകിസ്ഥാൻ തയ്യാറുണ്ടോ? ഇവരെ കണ്ടെത്തുന്നതിൽ പാകിസ്ഥാന് ഇന്ത്യയെ സഹായിക്കാൻ സാധിക്കുമോ? ഇത്തരം ഗംഭീരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ലോകത്തിൻ്റെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇന്ത്യ, വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, ആധ്യാത്മികത കൊണ്ട് ഇന്ത്യയുടെ യശസ്സിനെ കൈവരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമ്മർദ്ദമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ എല്ലാ ആൾക്കാരും ഇവിടുന്ന് പറഞ്ഞു വിട്ട് അവിടെ നിന്നുള്ളവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്, ഇത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇന്ത്യക്കാരെ ഇവിടെയുള്ള സകല പാകിസ്ഥാനികളെ അടിച്ചോടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഇന്ത്യക്കാർ പാകിസ്ഥാനിലുണ്ട്. അവരെ അവിടുന്ന് ഇപ്പം തന്നെ കണ്ടോ, അതിർത്തിയിലൊരാളെ അറിയാതെ ബോർഡർ കടന്ന BSFകാരനാണ്, അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പം അതൊരു ശാശ്വതമായ ഒന്നല്ല. നമ്മുടെ തന്ത്രം എന്താന്ന് പറഞ്ഞാൽ
ഏറ്റവും വലിയ സമ്മർദ്ദം അവരിലെടുക്കുകയും ലോകത്തോടും നമ്മുടെ ജനതയോടും പറയുക ഇന്ത്യയുടെ വഴി അതല്ല, ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം പോലും ആ വഴിയിലല്ല, ബ്രിട്ടീഷുകാരും ലോകവും നമ്മളെ ആദരിക്കുന്നത് അഹിംസയുടെ വഴിയിലൂടെയാണ് ഇന്ത്യ എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് എല്ലാ സന്നാഹവും ഉണ്ട്, ആയുധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് സാധിക്കും. പക്ഷേ നിരപരാധികളെ നമ്മുടെ പരമോന്നത നീതിപീഠവും പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതൊക്കെ നമുക്ക് എടുത്ത് ഇന്ത്യ എന്താണ് എന്ന് ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയെ ഉയർത്തി മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന സമയമാണ്. അല്ല, വെളിവില്ലാത്ത പല നേതാക്കന്മാരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പല രാജ്യത്തുള്ളവർ, അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ പറയുന്ന വെളിവില്ലാത്ത പല കാര്യങ്ങൾ. നമ്മളെങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 28 നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ, നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഞങ്ങൾക്ക് ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? 28 പകരം 28,000 തീർക്കാൻ ഇന്ത്യക്ക് തീർക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പകരം ചോദിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. മറിച്ച് ഇതിനൊരു അറുതി വേണം. ഒപ്പം നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ കുറച്ച് എന്താ പറയുക പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറി വരാൻ പറ്റില്ലല്ലോ. അതീവ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണത്, അതിർത്തി പ്രദേശങ്ങളാണ്. നമ്മളവിടെ എല്ലാം പോയിട്ടുള്ള ഒരാളാണ്, നല്ലോണം പോയിട്ടുള്ള ആളാണ്, 1ഉം 2ഉം വട്ടമല്ല. ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യാത്രയിൽ അമർനാഥ് യാത്രയിലാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അമർനാഥ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, കോൺവോയ് ആയിട്ടേ വണ്ടി പോവുള്ളൂ. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഒരുപാട് മിലിറ്ററി തോക്കേന്തിയിട്ടുള്ള ജവാന്മാരാണ്. അങ്ങനെ നമ്മുടെ വണ്ടി പിറകിൽ അങ്ങനെയാണ് പോവുക, എല്ലാ വർഷവും പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രാവശ്യത്തതിൽ മുന്നിൽ ഫയറിങ്. ഉടനെ മിലിറ്ററി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും വണ്ടിയിൽ കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ ഗ്രൂപ്പിലാണ്. അന്ന് പോകാൻ പറ്റിയില്ല. അവരൊരു എന്താ പറയുക ഒരു സ്ഥലത്ത് പിടിച്ചിട്ടു. ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തന്നു. അപ്പോൾ അവിടെ എന്തോ ഫയറിങ് നടക്കുന്നു. ഇതേപോലെ 3-4 എണ്ണത്തിന് ഇവർ കൈകാര്യം ചെയ്തു. ഇവരിങ്ങനെ ഈ ചാവേറുകളായിട്ട് ഇറങ്ങുന്നുണ്ട്, കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് നമ്മൾ കുറേയും കൂടെ നമ്മുടെ ഇവിടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വേറെ ഓരോ തലങ്ങളിൽ ഇതിൻ്റെ പ്രായോഗിക തലം വിവേകാനന്ദ സ്വാമികളെ പോലുള്ളവർ, ഗാന്ധിജി അത് എന്താ പറയുക അതിൻ്റെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പല കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് പ്രയോഗിച്ച ആളാണ് അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് സക്സസ് ആയിട്ടുള്ളത്. പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ലോകത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടുണ്ട്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട, അത് നമ്മുടെ ഇന്ത്യയുടെ സമ്പത്താണത്. അവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഹേ ഭാരതമേ, നിൻ്റെ ആധ്യാത്മികത കൊണ്ട് നീ ലോകത്തെ ജയിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ആധ്യാത്മികത കൊണ്ട് ആത്മീയത കൊണ്ട് ലോകത്തെ ജയിക്കാനുള്ള ഏറ്റവും സുവർണമായ ഒരു അവസരമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ കാലം ചെയ്ത മാർപ്പാപ്പ നമ്മുടെ അമേരിക്കൻ, അദ്ദേഹം പറയുമ്പോൾ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റാണ്, എന്നിട്ട് പോലും ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിനെ താക്കീത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ട്രംപ് ഭരണകൂടത്തിനെതിരായിട്ട് സംസാരിച്ചത് എന്താ? എതിരായിട്ട് സംസാരിച്ചത് ഈ ട്രാൻസ്ജെൻഡർ ലിംഗവിവേചനം, അവിടെ മൂന്നാമതൊരു ലിംഗമില്ല, അത് എടുത്തു കളഞ്ഞുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ, ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും അവരെയൊക്കെ പൂർണ്ണമായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചർച്ച അതിന് അനുകൂലമാണ്. ചർച്ച അങ്ങനെയുള്ളതിനെ അംഗീകരിക്കുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഈ ലെസ്ബിയൻ ഗേ എന്നൊക്കെ പറയുന്ന ആ സെയിം സ്വവർഗരതിയൊന്നും അംഗീകരിക്കുന്നതല്ല. പക്ഷേ പോപ്പിൻ്റെ തീരുമാനം എന്തായിരുന്നു? പോപ്പ് എന്ത് ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ്?
കാരണം അവിടെ ധർമ്മത്തിനും നീതിക്കും അതാ എന്തുകൊണ്ടാണ് പോപ്പിന് ഇത്രയും സ്വീകാര്യത, ഒരു പോപ്പിനും കിട്ടാത്ത സ്വീകാര്യത ഇദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന് അമേരിക്കൻ ഭരണകൂടം മുതൽ മറ്റ് പലരും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പോപ്പ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസം അല്ല പറയുന്നത്, ഞാൻ സുവിശേഷമാണ് പറയുന്നതെന്നാണ് യേശുദേവൻ പറഞ്ഞതാണ്. കാരണം യേശുദേവൻ എങ്ങനെയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തിയ ആളാണ് യേശുദേവൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന നാമത്തെ അന്വർത്ഥമാക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രാൻസിസ് എന്നുള്ള പേര് തിരഞ്ഞെടുക്കുന്നത്. സർവോപരി ലാറ്റിൻ അമേരിക്കൻ എന്താ പറയുക, ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള അർജൻറ്റീനയിൽ നിന്ന് വന്ന ആളാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് വ്യക്തി നന്നാവാൻ ഈശ്വരചിന്ത വേണമെന്നില്ല, ഈശ്വരവിശ്വാസം വേണമെന്നില്ല എന്ന്. ഈശ്വരവിശ്വാസമോ മതമോ വേണ്ട ഒരു മനുഷ്യൻ നന്നാവാൻ എന്നുള്ളതിന്. അപ്പോൾ അതൊക്കെ എന്താണ്? അതിന് ലോകം നൽകി എന്തുകൊണ്ടാണ് പോപ്പ് അജയ്യനാവുന്നത്? ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരിക്കണം ഇന്ത്യയുടെയും നിലപാട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ ഇരിക്കുന്നവർ അവരിലൂടെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സന്ദേശം, അല്ലാതെ മറ്റേ എന്താ പറയുക, നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന നായകൻ്റെ അടി കൊണ്ട് ഇങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ എണീറ്റ്, അതൊക്കെ സിനിമയ്ക്ക് കൊള്ളാം. അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിക്കുമ്പോൾ അത് വളരെ വലുതാണ്. എപ്പോഴും നമ്മുടെ ജനങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിൽ, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നാൽ ലോകത്തിന് നേതൃനിരയിലേക്ക് ഇന്ത്യക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്ന വിധത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ വരണം. നമ്മൾ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ സന്ദർഭത്തിൽ അങ്ങനെയുള്ളതൊന്നും കേൾക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും. തിരിച്ചടിക്കും, കനത്തടിയിട്ടും, വെള്ളം മുട്ടിക്കും, ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇത് ഏത് പോലീസുകാരനും സാധിക്കുന്ന പണിയാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആത്മീയത അടയാളപ്പെടുത്തുന്നുണ്ടോ ഇവിടെ? അതോ തമിഴ് സിനിമയിലെ ഡയലോഗോ? നമ്മൾ ഈ തീവ്രവാദികളുടെ ഈ നെറികെട്ട ഈ ഭീരുക്കളാണ് ഇവരൊക്കെ വാസ്തവത്തിൽ. അവർക്കൊക്കെ കൊടുക്കേണ്ടുന്ന ശിക്ഷാവിധികളൊക്കെ വ്യത്യസ്തമാണ്. അവരൊന്നും പുറം ലോകം പിന്നെ കാണരുത്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇനിയൊരു ഓരോരുത്തരിങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ നോക്കണം. അത്തരത്തിലുള്ള എന്തുകൊണ്ടാണ് തൊട്ട അയൽരാജ്യമായിട്ടുള്ള നേപ്പാളുമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തത്? ഒരു തലവേദനയില്ലല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓർക്കണം, ഇന്ത്യയെ സല്യൂട്ട് ചെയ്ത ഒരവസരമുണ്ട്. നമ്മുടെ രാജീവ് ഗാന്ധി അതിദാരുണമായിട്ട് മദ്രാസിൽ കൊല്ലപ്പെട്ട സമയത്ത് തമിഴ് LTT, നമുക്കറിയാം പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള ശ്രീലങ്കൻ സാന്നിധ്യത്തിൽ അവിടെ നിന്നാണ് എന്നുള്ളത്. ഇന്ത്യക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ ശ്രീലങ്കയെ പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ അധീനതയിൽ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു ലോകത്തിൽ ആരും ഇടപെടില്ല, ആരും അതിന് ഒന്നും ചോദിക്കാൻ വരില്ല. മുഴുവനായിട്ട് ഇന്ത്യയുടെ അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും അവിടെ എല്ലാ പരിപാടി ദീർഘകാലത്തേക്ക്, ചൈന തിബറ്റിനെ ഹോൾഡ് ചെയ്തതുപോലെ ദീർഘകാലത്തേക്ക് നമ്മുടെ കസ്റ്റഡിയിലേക്കൊക്കെ ആക്കാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെ നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? നിങ്ങൾ ആർക്കൈവ്സിൽ പോയി നോക്കണം. ആ ചെയ്തവരോട് തന്നെ അതിൻ്റെ ഈ സോണിയാഗാന്ധി ഉൾപ്പെടുന്നവർ അവരെ ജയിൽ മോചിതരാക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തു. നമ്മുടെ ഒരു രീതിയാണ് മാനസാന്തരത്തിന് അവസരം കൊടുക്കുകയും വലിയൊരിതും. ആ സമയത്ത് നമ്മുടെ സർക്കാർ, അന്നത്തെ ഗവൺമെൻറ് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള യാതൊരു ഇതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ല.
എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ സിഖ് ജനതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഇന്ത്യ ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നാടാണല്ലോ. കേരളത്തിലുള്ളവർക്ക് അധികമൊന്നും അറിയില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പുറത്ത് യാത്ര ചെയ്ത് അതിന് ഇരകളായിട്ടുള്ള അതൊക്കെയായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകണം, അത്യാവശ്യം വായിക്കെങ്കിലും ചെയ്യണം, അപ്പം അറിയാം ഓരോന്ന്. അപ്പം നമ്മുടെ വഴി അടിക്കടി എന്നുള്ളതല്ല. അടിക്കടിയിൽ ആധ്യാത്മികതയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് വലിയൊരു യുദ്ധത്തെ മുൻനിർത്തി ഈ ശാസ്ത്രം നമ്മളോട് സംസാരിക്കുന്നത്. അതല്ല, ഇവിടെ തന്നെ ഭഗവാൻ പറയുന്നത് എന്താ? ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ പരിപാടിയാണ് ദുര്യോധനാദികൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പക്ഷെ കൃഷ്ണൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറയുക. ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തിൻ്റെ ആദ്യം തന്നെ എന്താണ്? സർവസ്വവുമായിരിക്കുന്നത്. എല്ലാ കൈകളും കാലുകളും തലകളും ശിരസ്സുകളും എല്ലാം അതാ തുടരുകയാണ്. അതിൻ്റെ ആ തുടർച്ച ഇങ്ങനെ വരികയാണ്. സന്ദർഭവശാൽ നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.